ആള് മരിച്ചു കഴിഞ്ഞാൽ ത്വരീഖത്തിൽ മെമ്പറാണെങ്കിൽ അവന്റെ പേരിന് കൃത്യമായി കൊടുത്തുകൊണ്ട് ഇന്നാളിൽ നിന്ന് ഇന്നാളിലേക്ക് ഇന്നാളിൽ നിന്ന് ഇന്നാളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതെ അതെ അവിടെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഇൽമിന്റെ സദസ്സാണിത്. അതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാജിദ് തിരൂരങ്ങാടി എന്ന പേരിലുള്ള ഒരു ദായി, അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രഭാഷണത്തിന് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അധികാരികൾക്ക് മുൻപിൽ ചെന്നുകൊണ്ട് അവരുടെ ആവശ്യം അറിയിക്കുകയും ആ പ്രോഗ്രാം നടത്തുവാനുള്ള മൈക്ക് പെർമിഷനും മറ്റുള്ള എല്ലാ സമ്മതവും വാങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ ഏതൊരു മതവും വിശ്വസിക്കുവാനും ആ മതം വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്ന അവകാശം അത് മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാം എന്തെന്ന് മാലോകരെ വിളിച്ചോതുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാം നടക്കുമ്പോൾ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ജഹാലത്തിൻ്റെ വക്താവായിട്ടൊരു മുസ്ലിയാർ പോയിട്ട് കയറി ആക്രമിക്കുകയാണ് പ്രഭാഷണം നടത്തുന്ന ആളെ. ത്വരീഖത്തിൽ മെമ്പറാണെങ്കിൽ അവന്റെ പേരിന് കൃത്യമായി കൊടുത്തുകൊണ്ട് ഇന്നാളിൽ നിന്ന് ഇന്നാളിലേക്ക് ഇന്നാളിൽ നിന്ന് ഇന്നാളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതെ അതെ അവിടെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഇൽമിന്റെ സദസ്സാണിത്. ഇൽമിന്റെ വേദിയാണിത്. ആ ഇൽമിന്റെ വേദിയിലേക്ക് വളരെ കൃത്യമായി പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിച്ചത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അൽ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അറിവന്വേഷിക്കുന്ന സദസ്സ് സ്വർഗത്തിലെ ഒരു തോപ്പിനോളം തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി നമുക്ക് ഇവിടെ എന്തെങ്കിലും അതിക്രമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടമുള്ള ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിസം ഈ സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന പ്രാസംഗികൻ ദായി അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടത്തുന്ന ഭരണഘടന നൽകുന്ന അവകാശമായ ഈ നേരത്തെ പറഞ്ഞ മതം വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് ആശയപ്രചരണം നടത്തുവാനും ഉള്ള ആ അവകാശം അത് ഇന്ത്യൻ പൗരന് നൽകപ്പെട്ട അവകാശമാണ്. ആ അവകാശത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത്? നിയമപാലകരുമായി ബന്ധപ്പെടുകയാണ് വേണ്ടത്, കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. അത് നിർത്തലാക്കുവാന് അല്ലെങ്കിൽ നടത്തുവാൻ അനുവാദം നൽകിയ ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശം അത് അനുവദിച്ചുകൊണ്ട് ഇവിടെയുള്ള നിയമപാലകർ അനുവാദം നൽകിയപ്പോൾ അത് തടസ്സം നിൽക്കുവാന് ഇവനൊക്കെ ആരുവ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം അവരുടെ ആശയപ്രചരണം നടത്തുകയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അത് ഇല്ലീഗലാണ് എങ്കിലല്ലേ ഇവിടെ പ്രശ്നമുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ ഇതിന് അനുവാദം നൽകിയ നിയമപാലകരല്ലേ അത് നിർത്തലാക്കേണ്ടത്, അത് തടയിടേണ്ടത്. ഇതൊക്കെ തടയാൻ ഇവൻ ആരാണ് എന്ന് ചോദിക്കേണ്ട ആ ആളുകള് ഇനി 2 കൊടുത്തു വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ പിഴച്ച വിശ്വാസം മാത്രമേ ഇവിടെ പാടുള്ളൂ, നിങ്ങൾ മിണ്ടരുത്, മിണ്ടാതിരിക്കണം, മിണ്ടാണ്ട് ഇരുന്നോളണം എന്ന് ഉള്ള ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അതൊക്കെ അറബിക്കടലിൽ കൊണ്ടേ താഴ്ത്തിയാൽ മതി മൊയ്ലിയാക്കന്മാരെ എന്നാണ് പറയുവാനുള്ളത്. സാജിദ് തിരൂരങ്ങാടി മണ്ണാർക്കാട് വന്നിട്ടാണ് ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തുന്നതെങ്കിൽ അവിടെ അത് തടയുവാന് ആംബിയറുള്ള ഏതെങ്കിലും ഒരു മുസ്ലിയാരുണ്ടെങ്കിൽ ആ മുസ്ലിയാർക്ക് വേണ്ട പോലെയുള്ള മറുപടി നൽകുവാന് ഇന്ന് എന്നെ പോലെയുള്ള യുവാക്കള് ഈ നാട്ടിലുണ്ട്. ഇത് നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ പോയത് പരിതാപകരമെന്നാണ് പറയുവാനുള്ളത്. ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപിൽ പോയിക്കൊണ്ട് ഇപ്പോൾ അക്ഷയയിൽ പോയാലും നമുക്ക് മൈക്ക് പെർമിഷനും മറ്റുള്ള കാര്യങ്ങളും കിട്ടും. അവിടെ പോയിക്കൊണ്ട് മൈക്ക് പെർമിഷൻ എടുത്ത് ആ പെർമിഷൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ പരിപാടി തുടങ്ങുകയും
അവർ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യുകയും അതിനിടയ്ക്ക് പറയുന്ന വാക്കുകളിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെയും കോടതിയെയും അല്ല അറിയിക്കേണ്ടത്, ഇവർ നേർക്കുനേർ നിന്നുകൊണ്ട് നിയമം കയ്യിലെടുക്കുവാൻ അങ്ങനെ ഒരു ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ അത് ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് പറയുവാനായിരുന്നു. ചെറിയൊരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള പലതരത്തിലുള്ള അക്രമ സ്വഭാവം ഇവർ മുൻപും വെച്ച് പുലർത്തിയിരുന്നു. ഇപ്പോൾ അത് കുറച്ച് അധികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് പല വിധത്തിലുള്ള മാനസിക രോഗികളെപ്പോലെ വളരെ മോശമായിക്കൊണ്ടുള്ള അനാവശ്യ വാക്കുകളും അതുപോലെ മറ്റുള്ള തരത്തിലുള്ള ഇടപെടലുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാരുടെ ചോറും തിന്നിട്ട് നാട്ടുകാർക്ക് എൽമ പഠിപ്പിച്ചു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ, ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ, പ്രബോധനം ചെയ്യുവാൻ എന്ന വ്യാജേന ഇവർ ഒരു വേഷപ്രചന്ന വിഭാഗമായിക്കൊണ്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടെ വിഷവിത്ത് പാകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദീനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത വിദ്വേഷത്തിൻ്റെയും വംശീയതയുടെയും ഒക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഏതൊരു മനുഷ്യനും ഏതൊരു അല്പബുദ്ധിക്കാരന് പോലും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന പ്രാസംഗികനെ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ് ഇത് അടിസ്ഥാനമാക്കിയിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ എന്തിനാണ് ഈ മൊയന്ത് മുസ്ലിയാക്കന്മാർക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത്? അവർക്ക് ആശയത്തെ ആശയം കൊണ്ടും ആദർശത്തെ ആദർശം കൊണ്ടും നേരിടാൻ കഴിയാതെ വളരെ വിഷമകരമായ ആ ഒരു അവസ്ഥയിൽ, മാനസിക രോഗത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ വൈബ്രൻ്റ് ആകുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഒരു പൊടിക്ക് അടങ്ങുക. ഇതര മത ആദർശത്തിലുള്ള സഹോദര മതസ്ഥരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കണ്ട് ഇത് വിഷമം സൃഷ്ടിക്കുന്നത്? പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായിട്ടോ സ്വഹീഹായ ഹദീസിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും അവരവിടെ പറഞ്ഞിട്ടുണ്ടോ, പറയുന്നുണ്ടോ? അതുണ്ടെങ്കിൽ അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്. കയ്യൂക്കിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങുന്നതെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞ പോലെ അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ചെടുത്ത ആ തിരുമൂർത്തിയെ വിളിച്ചുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കില്ല. അത് അവിടെ തന്നെ വെച്ചിട്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.